ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപർണാസ് ടെയിൽസ്. അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നൊക്കെയല്ലേ, അപ്പോൾ നമ്മളൊന്ന് അമ്പലത്തിൽ പോകാമെന്നോർത്ത് റെഡി ആയിക്കുവാണേ. വൈകിട്ടായിരുന്നു പോകുന്നത്, രാവിലെ സമയമില്ലായിരുന്നു, അമ്മയ്ക്കൊക്കെ ജോലിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് പോകാമെന്നോർത്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പം ഞങ്ങളെക്കാളും മുന്നേ വണ്ടി ഒരാൾ കയറി ഇരിപ്പുണ്ടായിരുന്നേ. അവനറിയാം അവനെ കൊണ്ടുപോകത്തില്ല എന്ന്, എന്നാലും ഒരു ആഗ്രഹത്തിന് കയറി ഇരിക്കുമല്ലോ. എന്നിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് ഇന്ന് പോയത്. അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തി. നല്ലൊരു വൈബുണ്ടായിരുന്നു, മൊത്തം തിരക്കായിരുന്നു കേട്ടോ, നല്ല ആളുണ്ടായിരുന്നു. ഇന്ന് കർക്കിടകം ഒന്നായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. സത്യം പറഞ്ഞാൽ കയറുന്ന വരെ ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു. കയറിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലൊക്കെ തുടങ്ങി കേട്ടോ. നമ്മൾ തൊഴുതു. അങ്ങനെ ഞാൻ കരിച്ചന്തനൊക്കെ എടുത്ത് വെച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വയ്ക്കുമ്പോൾ. എനിക്കെന്തോ അത് വയ്ക്കുമ്പോൾ ഭയങ്കര ഭംഗി കൂടുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് വീഡിയോ ഫോട്ടോ അതൊക്കെ മെയിനാണല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ ദേ നോക്കുമ്പോൾ പപ്പ പായസമൊക്കെ ആയിട്ട് വരുന്നു. എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ തിരുമേനി തന്നെന്ന് പറഞ്ഞു. നല്ല പാൽപ്പായസവും കടും പായസവും എല്ലാം ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, പിന്നെ വണ്ടിയിലോട്ട് വന്ന് കയറി. അപ്പോൾ നോക്കുമ്പോൾ ആകാശം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ടൗണിലോട്ട് വന്നു. പോകാൻ നേരത്ത് ഞാൻ പപ്പയുടെ കൂടെ ഫ്രണ്ടിലാണ് ഇരുന്നത്. ഞാൻ മിക്കവാറും പപ്പയുടെ കൂടെ ഓട്ടോയിലാണെങ്കിൽ ഫ്രണ്ടിലിരിക്കാറുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ടൗണിലോട്ട് വന്നു. പിന്നെ പപ്പ മീനൊക്കെ വാങ്ങിക്കാൻ പോയി. അത് കഴിഞ്ഞ് പെട്രോൾ അടിച്ചു. അത് കഴിഞ്ഞ് ക്രീമൊക്കെ വാങ്ങിക്കണമായിരുന്നേ. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയി. ഞങ്ങൾ കയറിയെന്ന് കറക്റ്റ് കറണ്ട് പോയി. ഐശ്വര്യമാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്ലാഷൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്തേ. പിന്നെ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു, നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ കയറി കഴിക്കാൻ. അമ്മയും പപ്പയും പൊറോട്ടയൊക്കെയാണ് പറഞ്ഞത്, ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്. കാണുമ്പോൾ തന്നെ എന്താ സന്തോഷം. അങ്ങനെ കിട്ടിയതൊക്കെ തന്നെ നമ്മൾ കൈയിട്ട് വാരി. പിന്നെ നല്ലതായിട്ട് കഴിച്ചു. ബിരിയാണി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി. എനിക്ക് എല്ലാ ഫുഡിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റ് കാലിയാക്കി. പിന്നെ നമ്മൾ പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് നോർമലാണല്ലോ, വീട്ടിലെ ആൾക്കാർ നോക്കിയിരിപ്പുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി വീടെത്തി. കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തിട്ടുണ്ട്, ആൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വ്ളോഗ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.